KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു എന്ന് സ്ഥിരീകരിച്ച് PK ശശി. ഇന്നലെ രാജി സമർപ്പിച്ചെന്ന് PK ശശി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിവെച്ചത്. ഇപ്പോഴും പാർട്ടി അംഗമാണെന്നും PK ശശി കൂട്ടിച്ചേർത്തു. UDF ആരും സമീപിച്ചിട്ടില്ല. ഒരിക്കലും UDF പോകില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരവും ഉണ്ടായില്ല. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇന്നലെയാണ് ഞാൻ രാജിവെച്ചത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിവെച്ചത്. പേഴ്സണലാണ്. പറഞ്ഞു മനസ്സിലായോ? പേഴ്സണൽ ആയിട്ടുള്ള കാരണങ്ങൾ. ഞാനിപ്പോ പനിയായിട്ടിരിക്കുക. ഞാനിപ്പോ പനിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആണല്ലേ? ഈ UDF പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത് അങ്ങനെ ഒരു കാര്യം ഇന്നേ വരെ ആലോചിച്ചിട്ടില്ല, ഇന്നേ വരെ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ കൽപ്പിത കഥകളാണ്. അതൊക്കെ വെറുതെ തോന്നിവാസം പറയാണ്. ഏതോ ഒരു ചാനല് തോന്നിവാസം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പോകുന്നില്ല എന്നുള്ളതാ. അതല്ല, ഞാനിപ്പോ അതിനെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊന്നും ആലോചിച്ചില്ല. ഞാനിപ്പോഴും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. പാർട്ടിയിലുള്ള ആളാണ്. UDF ആളുകൾ ആരെങ്കിലും സമീപിച്ചിരുന്നോ? ഇങ്ങനെ ആരും ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ. ഒരാളും ബന്ധപ്പെട്ടിട്ടില്ല. ഈ CIT-ന്റെ ഈ പത്രക്കാരന്റെ പറഞ്ഞ ഞാൻ പിന്നെ UDF ജാഥയിൽ പങ്കെടുത്തോ? UDF ഒരു കാരണവശാലും പോകില്ല എന്നാണോ? ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. UDF പോകുന്നു പറഞ്ഞിട്ടില്ലല്ലോ. പ്രസാദ് ചേർന്നിട്ട് പ്രസാദ് അവസാനത്തെ ചോദ്യത്തിനാണ് അദ്ദേഹം ഒന്ന് പതറിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ UDF ഒരിക്കലും പോകില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെയുള്ള നിശബ്ദതയാണ് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ഘട്ടത്തിലേത്. കാരണം ഈ കാര്യങ്ങൾ പുറത്തേക്ക് പരസ്യമായിട്ട് പറയാറായിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോഴും KTDC ചെയർമാൻഷിപ്പ് രാജിവെക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളല്ല, രാഷ്ട്രീയ കാരണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആ കുറഞ്ഞ സെക്കൻഡ്സിലേക്കുള്ള നിശബ്ദത ഉപകരിക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? സനീഷ്, എന്തായാലും KTDC നിന്നും രാജിവെച്ചു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് അർജുനാണ് വാർത്ത നൽകിയിട്ടുള്ളത്. അത് PK ശശി സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ രാജിയുടെ കാരണങ്ങൾ സംബന്ധിച്ചാണ്. അത് വ്യക്തിപരമായ കാരണമാണ് രാജിയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് CPM ഇപ്പോൾ അദ്ദേഹത്തോട് രാജിവെക്കാനൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വയം തന്നെയാണ് PK ശശി രാജിവെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരസ്യ പ്രഖ്യാപനത്തിലേക്ക് ഒന്നും പോകേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. കാരണം അതിനകത്തൊരു പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, PK ശശിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് PK ശശി UDF ഭാഗമാകുക എന്ന് സംബന്ധിച്ചൊരു തീരുമാനം PK ശശി അന്തിമമായി എടുത്തിട്ടില്ല. അക്കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് അത്തരം ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ പ്രതികരണത്തിൽ പറയുന്നത്, UDF യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല, UDF നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. എന്നാൽ UDF പോകില്ല എന്ന് ഉറപ്പാണോ എന്ന ചോദ്യത്തിന് മാത്രമാണ് അദ്ദേഹം പ്രതികരണം നടത്താതെ ആ ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മൾ പിന്നീട് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് അറിയേണ്ടിയിരുന്നത് CIT-ന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ആ ചുമതലയിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഒഴിഞ്ഞിട്ടില്ലല്ലോ, പാർട്ടി മെമ്പറാണ്, ഇപ്പോഴും പാർട്ടി അംഗത്വമുള്ള ആളാണ്. മറ്റൊന്ന്, CIT-യുടെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല, അവിടെ തുടരുമെന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ അതൊക്കെ ഈ ഒരാഴ്ചയ്ക്കകം തന്നെ അക്കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ UDF ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിലേക്കോ പരസ്യ പ്രഖ്യാപനങ്ങളിലേക്കോ ഒക്കെയാണ് പോകേണ്ടത്. PK ശശി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്.